എല്ലാ വീടുകളിലും ഉള്ളതാണ് മാംഗോസ്റ്റിൻ. ഇത് പലപ്പോഴും വയറ് നിറച്ച് ആസ്വദിച്ച് തിന്നാനുള്ളൊരു സാവകാശമൊന്നും കിട്ടാറില്ലായിരുന്നു. പലപ്പോഴും കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ അപ്പം ഉണ്ടെങ്കിൽ കിട്ടും, അത്രയേ ഉള്ളൂ. വയറ് നിറച്ച് തിന്നു. ഞാൻ എൻ്റെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ സ്കിൻ കെയറിൻ്റെ എല്ലാ സാധനങ്ങളും അൺപാക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ വിശന്നപ്പോൾ പോയി പറക്കി കൊണ്ടുവന്ന് വയറ് നിറച്ച് കഴിച്ചു. അൺപാക്ക് ചെയ്തപ്പോൾ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. അതായത് എസൻഷ്യൽ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലീക്കായി. പാക്ക് ചെയ്തിരുന്നു, പക്ഷേ ചിലതിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാപ്പ് ഉണ്ടാവുമല്ലോ, അത് ഈ പറഞ്ഞ മാതിരി ഞാൻ അത് ചിലതൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഞാൻ കളഞ്ഞായിരുന്നു. ഇത് ഒലിയോറിസിൻ, നമ്മുടെ ലിപ്സ്റ്റിക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചുവന്ന കളറിലുള്ളതാണ്. അത് ഓയിലും കൂടിയിട്ടാണ് അത് അവർ ചെയ്തിരിക്കുന്നത്. അത് നാച്ചുറലാണ്. നമ്മുടെ കുങ്കുമക്കായില്ലേ, അതിൻ്റെയാണ്. അപ്പോൾ അത് ഒത്തിരി പോയി. അത് കവറുമെല്ലായി. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഷെൽഫ് ഇവിടെ കിട്ടി നാട്ടിൽ വന്നപ്പോൾ. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ അടക്കി വെക്കാനായിട്ട് പറ്റും. അതായത് ഓയിലുകളും എസൻഷ്യൽ ഓയിലുകളും ഒക്കെ സെപ്പറേറ്റ്. മറ്റേന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മിക്സായിരുന്നു. ഞാൻ വെച്ച സ്ഥലം ഓർക്കണം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മുറി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ റൈസ് പ്രോട്ടീനാണിത്. ഹൈഡ്രോളൈസ്ഡ് റൈസ് പ്രോട്ടീൻ, അതായത് നമ്മുടെ വെള്ളത്തിൽ ഷാമ്പൂലൊക്കെയാണ് പൊതുവേ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡ്രോപ്പ് പോലും ഇല്ലാതെ കംപ്ലീറ്റ് പോയി. ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ മറ്റേ ആ സീൽഡ് ആയിട്ടുള്ള ക്യാപ്പില്ലായിരുന്നു. എൻ്റെ സീബക്തോൺ ഫ്രൂട്ട് ഓയിൽ ഇതും ഒത്തിരി പോയി. ഉള്ള കവറുമ്മയും ഇതുമൊക്കെ പിടിച്ചു. ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സീബക്തോൺ ഫ്രൂട്ട് ഓയിൽ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇത് ഒത്തിരി നല്ലതാണ് സ്കിന്നിന്, പല ഹെൽത്തിനായാലും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഫ്രൂട്ട് ഓയിലിൻ്റെ ലിക്വിഡ് ജ്യൂസ് നാട്ടിലിപ്പോൾ ബോട്ടിലിൽ ഞാൻ കുടിക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി പുറത്തുനിന്ന് വരുത്തിയതാണ്. അതും പോയി. അതാണ് ശരിക്കും പറഞ്ഞാൽ ചില ക്രീമുകൾക്ക് കളറും കൊടുക്കും, അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ലൊരു സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു കവർ നോക്ക്, ഇതിലും എസൻഷ്യൽ ഓയിലുകളായിരുന്നു. അത് ശരിക്കും കവർ സോക്ക് ചെയ്ത് കിട്ടി പോലെ. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പോയി. ഇനിയും അൺപാക്ക് ചെയ്യാനുണ്ട്. എല്ലാം അൺപാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ ഞാൻ മുന്നേ അവിടെ വെച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഞാനിപ്പോൾ ആരെങ്കിലും ഇവിടെ എനിക്ക് പ്രോഡക്റ്റ് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് കൊടുക്കാൻ അത്ര ധൈര്യമില്ലായിരുന്നു. കാരണം നമ്മൾ അവിടെ നിന്ന് അയച്ചിട്ട് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എങ്ങനെയായിരിക്കും. കാരണം നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പലപ്പോഴും ക്ലൈമറ്റ് റിലേറ്റഡ് ആണ്. നമുക്ക് അങ്ങനെ എല്ലാം അങ്ങനെ ഓരോ ഇതിൽ എല്ലായിടത്തേക്കും കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ബട്ടറും ഓയിൽസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റിയൊക്കെ കൂടിയുള്ള സ്ഥലങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കിയ സാധനങ്ങൾ ആദ്യം ഉണ്ടാക്കി 1-2 മാസമൊക്കെ വെച്ച് അത് നമ്മൾ അപ്ലൈ ചെയ്ത് പലർക്കും കൊടുത്ത്, ഞാൻ ഉണ്ടാക്കിയത് പലർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ കുഴപ്പമില്ല. പക്ഷേ അല്ലാതെ ഇവിടെ ഇതുവരെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാം ഒതുക്കി എല്ലാം ഇൻഗ്രീഡിയൻസൊക്കെ നെയിം ടാഗ് ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ ഇടാം. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.